നമസ്കാരം, ഞാൻ അനിൽ ഗോപിനാഥ്. ലൈറ്റ്സ് ഓൺ സോൾ ഓഫ് സിനിമയിലേക്ക് എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വലിയ തിരക്കിലാണ്. കാരണം ഓണം അടുത്ത് വന്നിരിക്കുകയാണ്. ഓണത്തിൻ്റെ ഓണപ്പാച്ചിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പർച്ചേസുകൾ, പിന്നെ എന്തൊക്കെ ആഘോഷങ്ങൾ ആഘോഷിക്കാം, എങ്ങനെയൊക്കെ ഓണം ആസ്വദിക്കാം എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും. ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഓണത്തിൻ്റെ അവസാനം എന്താണ്? സിനിമ കാണലാണ്. അപ്പോൾ സിനിമയാണ് അവസാനത്തെ എൻ്റർടൈൻമെൻ്റായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്ന ആൾക്കാർ കാണുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊരു ഓണാഘോഷ പരിപാടി കൂടെയുണ്ട്. പക്ഷെ എന്നാലും സിനിമ വിടാത്ത ആൾക്കാരില്ല. ഓണത്തിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ സിനിമ കണ്ടിരിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓണത്തിന് സെലക്ഷൻ ചെയ്യുന്നത് ഓണത്തിന് ഏത് പടം ഫസ്റ്റ് കാണാം, മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ പടങ്ങൾ ഫസ്റ്റ് കാണണമെന്നാണ് ചിന്ത. അപ്പോൾ പിൽക്കാലം എത്രയോ വർഷങ്ങൾ ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങിയ സമയങ്ങളിൽ ആദ്യം നമുക്ക് ഓണം വരുമ്പോഴത്തേക്ക് പണ്ട് കാലങ്ങളിൽ നസീർ സാറിൻ്റെ പടമായിരുന്നു. നമുക്ക് നസീർ സാറിൻ്റെ പടത്തെ ഓണത്തിൽ കാണുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സുകുമാരൻ, സോമൻ അങ്ങനെയുള്ളവരുടെ സിനിമകളായിരുന്നു ഓണത്തിന് നമ്മൾ സജസ്റ്റ് ചെയ്തത്. പിന്നെ വന്നപ്പോൾ ശങ്കർ അങ്ങനെയുള്ളവർ വന്നു. പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ. ആ മമ്മൂട്ടി, മോഹൻലാൽ ഇപ്പോഴും നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഓണത്തിനൊരു പ്രത്യേകത, നമുക്ക് ഈ പടം ഇപ്പോൾ ഓണത്തിന് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ലാലേട്ടൻ്റെ പടം വരുന്നുണ്ട്. സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമ വരികയാണ്. അത് ആളുകൾ ഭയങ്കര പ്രതീക്ഷയോട് കാണുന്നു. കാര്യം സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ഭയങ്കര ഒരു ഹെവി അങ്ങനെ ഒരു സിനിമയൊന്നും ആയിരിക്കില്ല. ഒരു സാധാ സിമ്പിൾ സിനിമയായിരിക്കും. വലിയ ഒരു ഫാമിലി മാറ്റർ, നമുക്കൊക്കെ നമ്മളെപ്പോലുള്ള പ്രായക്കാർക്കൊക്കെ എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ആവുന്ന സിനിമയാണ് സത്യനന്ദിക്കാടിൻ്റെ സിനിമ. അറിയാം. പിന്നെ ഇപ്പോൾ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാനിപ്പോൾ ഒരു സിനിമ ഈ ഓണത്തിന് വന്നാൽ ആദ്യം പ്രിഫർ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ മോഹൻലാൽ, സത്യനന്ദിക്കാട് സിനിമയാണ്. രണ്ടാമത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഭഗത് ഫാസിൻ്റെ സിനിമയാണ്. ഭഗത് ഫാസിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സൂപ്പർ നടനാണ് ഭഗത് ഫാസിൽ. എന്തോ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഒന്നിനൊന്ന് മെച്ചം. നമുക്ക് കണ്ടാൽ ആ ക്യാരക്ടറിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല, അത്രയ്ക്ക് നല്ല ക്യാരക്ടർ. അപ്പോൾ ഭഗത് ഫാസിൻ്റെ ആടും കുതിര, ചാടും കുതിര എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമ വരുന്നുണ്ട്. പിന്നെ 2-3 സിനിമ വരുന്നുണ്ട്, പുതിയ ആൾക്കാരുടെയൊക്കെ സിനിമ വരുന്നുണ്ട്, ഒരു ലവ് സ്റ്റോറിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതാണ് നമ്മൾ പ്രിഫർ